ക്രിക്കറ്റിന്റെ ദൈവം സച്ചിൻ ടെണ്ടുൽക്കർ എന്ന ഇതിഹാസ താരം ആദ്യമായി രാജ്യത്തിനു വേണ്ടി കളിക്കാനിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് പ്രായം 16 വയസ്സും 205 ദിവസവും. പ്രതിഭാധാരാളിത്തമുള്ള ഒരു പയ്യനെ പരീക്ഷിക്കൽ മാത്രമായിരുന്നു അന്ന് സച്ചിന്റെ അരങ്ങേറ്റത്തിനു പിന്നിൽ. എന്നാൽ 36 വർഷങ്ങൾക്കിപ്പുറം അത്തരത്തിലൊരു ചരിത്ര സംഭവം ഇന്ത്യൻ ക്രിക്കറ്റിനെ കാത്തിരിക്കുന്നു. പേര് വൈഭവ് സൂര്യവംശി. അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. വരുന്ന 26-ന് അയർലൻഡിനെതിരായ ആദ്യ ട്വന്റി മത്സരത്തിൽ അവസരം കിട്ടിയാൽ അരങ്ങേറ്റ മത്സരത്തിൽ വൈഭവിന്റെ പ്രായം വെറും 15 വയസ്സും 91 ദിവസവും മാത്രം. ഇതേ പ്രായമുള്ള കുട്ടികൾ മധ്യവേനൽ അവധി കഴിഞ്ഞ് വിദ്യാലയങ്ങളിലേക്ക് പോകുമ്പോൾ ആ പയ്യൻ രാജ്യത്തിനായി പാഡ് കെട്ടി ഇറങ്ങുകയാണ്. സച്ചിൻ തന്റെ പ്രതിഭാവിലാസം കൊണ്ട് റെക്കോർഡുകൾ പടിപടിയായി സ്വന്തമാക്കി ക്രിക്കറ്റ് ദൈവമായെങ്കിൽ ഇതിനോടകം തന്റെ പ്രതിഭ തെളിയിച്ച ശേഷമാണ് വൈഭവിന്റെ വരവ്. ബീഹാറിലെ സമസ്തിപൂർ എന്ന സ്ഥലത്തെ സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച വൈഭവ് പരിമിതമായ ജീവിത സാഹചര്യത്തിൽ നിന്നാണ് ക്രിക്കറ്റിന്റെ പറുദീസയിലേക്ക് നടന്നു കയറിയത്. കർഷകനായ പിതാവ് സഞ്ജീവ് സൂര്യവംശി ഒരു ക്ലബ് ക്രിക്കറ്റർ ആയിരുന്നു. മാതാവ് ആരതി. ഇവരുടെ 3 ആൺമക്കളിൽ രണ്ടാമനാണ് വൈഭവ്. മകന് മെച്ചപ്പെട്ട പരിശീലനം നൽകാൻ തന്റെ കൃഷിഭൂമി വിറ്റാണ് ആ പിതാവ് പണം കണ്ടെത്തിയത്. മണിക്കൂറുകൾ യാത്ര ചെയ്ത് പട്നയിലെ പരിശീലന കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നതും സഞ്ജീവ് തന്നെ. വർഷങ്ങൾക്ക് മുൻപ് പിതാവിന്റെ തോളിലേറി IPL മത്സരം കാണാൻ വന്ന ആ പയ്യൻ ഈ സീസണിൽ റൺവേട്ടയ്ക്കുള്ള ഓറഞ്ച് ക്യാപ്പ് സ്വന്തമാക്കിയാണ് മടങ്ങിയത്. 16 മത്സരങ്ങളിൽ നിന്ന് 48 ശരാശരിയിൽ 776 റൺസ്, അതും 237.31 എന്ന സ്ഫോടനാത്മക പ്രഹരശേഷിയിൽ. 10-ാം വയസ്സിൽ സമസ്തിപൂരിലും പട്നയിലും നടന്ന പരിശീലന ക്യാമ്പുകൾ. തനിക്കെതിരെ പന്തെറിഞ്ഞ സീനിയർ താരങ്ങളെ അടിച്ചുപറത്തി ആ പയ്യൻ സെലക്ടർമാരുടെ ശ്രദ്ധാകേന്ദ്രമാകുന്നു. BCCIയുടെ ജൂനിയർ ടൂർണമെന്റായ വിനു മങ്കാത്ത് ട്രോഫിയിൽ ഒരു സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ 99.70 എന്ന ഉയർന്ന ശരാശരിയിൽ 393 റൺസ് നേടി. ഈ പ്രകടനം ബീഹാർ സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. അണ്ടർ 19 ചലഞ്ചർ ട്രോഫിയിലേക്കും തുടർന്ന് ഇംഗ്ലണ്ടും ബംഗ്ലാദേശും പങ്കെടുക്കുന്ന ക്വാഡ്രാങ്കുലർ പരമ്പരയ്ക്കുള്ള ഇന്ത്യ അണ്ടർ 19 B ടീമിലേക്കും വൈഭവ് തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ 6 ഇന്നിംഗ്സുകളിൽ നിന്ന് 2 അർദ്ധ സെഞ്ചുറികളടക്കം 177 റൺസ്. ഈ പ്രകടന മികവ് കേവലം 12-ാം വയസ്സിൽ വൈഭവിന് രഞ്ജി ട്രോഫി ടീമിലേക്കുള്ള അവസരം തുറന്നു നൽകി. കരുത്തരായ മുംബൈ എതിരാളിയായിട്ടും ബീഹാർ ടീമിൽ വൈഭവ് അരങ്ങേറ്റ മത്സരം കളിച്ചു. പരിശീലന ക്യാമ്പുകളിൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമി അധ്യക്ഷൻ VVS ലക്ഷ്മണിന്റെ ശ്രദ്ധയിൽ വൈഭവ് എത്തിയതോടെ ആ കുട്ടി ക്രിക്കറ്ററുടെ തലവര തെളിഞ്ഞു. 2025 IPLൽ മെഗാലേലത്തിൽ 13-ാം വയസ്സിൽ 1 കോടി 10 ലക്ഷം രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് വൈഭവിനെ സ്വന്തമാക്കിയത്. രാജസ്ഥാന്റെ ഹൈ പെർഫോമൻസ് ഡയറക്ടർ സുബിൻ ബറൂച്ചയുടെ മുന്നിൽ മുതിർന്ന ബോളർമാരെ 1 ഓവറിൽ 3 സിക്സറുകൾക്ക് പറത്തിയാണ് വൈഭവ് ടീമിൽ ഇടം പിടിച്ചത്. ഇവൻ ഇപ്പോഴേ SSC ജയ്സ്വാളിന്റെ ഇരട്ടിയാണ് എന്നായിരുന്നു ബറൂച്ച അന്ന് ടീം ഉടമകളോട് പറഞ്ഞത്. രാഹുൽ ദ്രാവിഡിന്റെ പൂർണ്ണ പിന്തുണയോടെ ടീമിലെത്തിയ വൈഭവ് സഞ്ജു സാംസണ് പരിക്കേറ്റപ്പോൾ IPLലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി അരങ്ങേറി. 35 പന്തിൽ സെഞ്ചുറി അടക്കം 252 റൺസ് നേടിയതോടെ ആ പയ്യൻ IPLലെ അടുത്ത സൂപ്പർ താരമായി മാറി. വൈഭവിന്റെ വളർച്ചയ്ക്കിടെ ബാലവേല എന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. 10ാം ക്ലാസ് പരീക്ഷ പോലും വേണ്ടെന്ന് വെച്ചാണ് താരം കളിക്കാനിറങ്ങിയത്. എന്നാൽ കലാകായിക പ്രകടനങ്ങൾക്ക് തൊഴിൽ നിയമത്തിൽ ഇളവുള്ളതിനാലും ഇമ്പാക്ട് പ്ലെയറായി ഇറക്കിയതിനാൽ ജോലിഭാരം കുറഞ്ഞതിനാലും നിയമതടസ്സങ്ങൾ ഒഴിവായി. വൈഭവിന്റെ പ്രായം ശാസ്ത്രീയമായി കണക്കാക്കാൻ ബോൺ ടെസ്റ്റ് പോലുള്ള നടപടിക്രമങ്ങളും BCCI പൂർത്തിയാക്കിയിരുന്നു. വൈഭവ് അരങ്ങേറിയാൽ മലയാളി ആരാധകർക്ക് ചിലപ്പോൾ നിരാശയാകാം ഫലം. കാരണം ലോകകപ്പ് ഹീറോയായ സഞ്ജു സാംസണിന്
തൻ്റെ ഓപ്പണർ റോൾ ഇതിലൂടെ ഒരിക്കൽ കൂടി നഷ്ടമാകും. ക്യാപ്റ്റൻസി പരിഗണനയിൽ നിന്നും മാറ്റപ്പെട്ട സഞ്ജുവിന് ഇനിയുള്ള ചെറിയ പിഴവുകൾ പോലും വലിയ തിരിച്ചടിയായേക്കാം. കുറഞ്ഞ പ്രായത്തിൽ അരങ്ങേറി വാർത്താ താരങ്ങളായ താരങ്ങൾ മുൻപുമുണ്ടായിട്ടുണ്ട്. 14 വയസ്സും 227 ദിവസവും പ്രായമുള്ളപ്പോൾ ആദ്യ അന്താരാഷ്ട്ര മത്സരം കളിച്ച പാകിസ്ഥാന്റെ ഹസൻ റാസയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ബംഗ്ലാദേശ് വിക്കറ്റ് കീപ്പർ ബാറ്റർ മുഷ്ഫീഖർ റഹീം 16-ാം വയസ്സിലും ഇന്ത്യൻ താരങ്ങളായ പാർത്ഥിവ് പട്ടേൽ 17-ാം വയസ്സിലും യുവരാജ് സിംഗ് 18-ാം വയസ്സിലും അരങ്ങേറി. പക്ഷേ ഈ താരങ്ങൾക്കെല്ലാം തന്നെ കരിയറിന്റെ തുടക്കത്തിൽ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും നിരവധിയായിരുന്നു. അതിനാൽ തന്നെ കരിയറിൽ കയറ്റിറക്കങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ IPL-ൽ വിവിധ ഫ്രാഞ്ചൈസികളിൽ കളിക്കുന്ന ലോകോത്തര ബോളർമാരെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ അടിച്ചു പറത്തുന്ന വൈഭവ് സൂര്യവംശിയുടെ കൂസലില്ലായ്മ തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികൾ കൗതുകപൂർവ്വം ഉറ്റുനോക്കുന്നത്. ഈ ശൈലി തുടർന്നാൽ ക്രിക്കറ്റിലെ റെക്കോർഡുകൾ ഓരോന്നായി വൈഭവിന്റെ പേരിലേക്ക് മാറാൻ അധികനാൾ കാത്തിരിക്കേണ്ടി വരില്ല.